എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സ്കോറിയോ ലൈറ്റ്സിന്റെ ട്രിവാൻഡ്രം തോന്നയ്ക്കുള്ള ഷോറൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് ഇന്റീരിയൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സീലിംഗ്. കാരണം ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് പലരും വീടിന്റെ സീലിംഗുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീലിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ട്യൂബ് ലൈറ്റ്, CFL-നൊക്കെ പകരം സർഫസ് ലൈറ്റുകളും പാനൽ ലൈറ്റുകളാണ് ഏറ്റവും ഉപയോഗിക്കുന്നത്. അപ്പം ഈ ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അതിനനുസരിച്ച് പുതിയ പുതിയ സംശയങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇത് എന്തുമാത്രം ലൈറ്റിംഗ് ഉണ്ട്, ഇതിന് എത്രമാത്രം ഡ്യൂറബിലിറ്റി ഉണ്ട്, അങ്ങനെ ഒട്ടനവധി സംശയങ്ങളുണ്ട്. അപ്പം ഇത്തരം സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്ന് എന്താണ് സ്കോറിയോ ലൈറ്റ്സിന്റെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവായ ബഷീർക്കയുടെ അപ്പോൾ ഇന്ന് നമ്മൾ സീലിംഗ് ചെയ്യുമ്പോൾ ഇപ്പൊ മുമ്പ് എല്ലാവരും ട്യൂബ് ലൈറ്റും CFL ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിന് വരെ ഇപ്പൊ സീലിംഗ് ചെയ്യുന്നവരാണ് ഈ പാനൽ ലൈറ്റുകളും സർഫസ് ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ പുതുതായിട്ട് ഈ പറയുന്ന ലൈറ്റുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? അപ്പൊ ഏത് ടൈപ്പ് പാനലിലാണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ളത്? ഏത് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പഴയ ആ ട്യൂബിൻ്റെയും ബൾബിൻ്റെ എല്ലാം കാലം കഴിയും. ഇപ്പം നമ്മൾ കൂടുതൽ ആളുകൾ ജിപ്സൊക്കെ ചെയ്യുമ്പോൾ ഹോൾ സീലിംഗ് ആയിട്ട് നമ്മൾ പാനൽ ലൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. പാനൽ ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പല സൈസിലുള്ള പല വാട്ട്സിലുള്ള ലൈറ്റുകൾ നമുക്ക് ലഭ്യമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു 3 വാട്ട്സ് മുതൽ 3 വാട്ട്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു 3 ഇഞ്ച് കട്ടിങ് ഹോൾ വരുന്ന രീതിയിൽ നമുക്ക് പാനൽ ലൈറ്റ് കൊടുക്കാൻ പറ്റും. അതിൻ്റെ തന്നെ നമുക്ക് സ്ക്വയർ കിട്ടുന്നുണ്ട്, റൗണ്ട് ഷേപ്പിലും കിട്ടുന്നുണ്ട്. ഈ റൗണ്ട് ഷേപ്പിൽ വരുമ്പോഴേക്കും സ്ക്വയർ ടൈപ്പിൽ വരുമ്പോഴേക്കും അതുപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചും കിട്ടുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, കാരണം വന്നിട്ട് കൂടുതൽ വാം ലൈറ്റ് ആണ് ഇപ്പോഴത്തെ ഒരു മോഡലായിട്ട് വരുന്നത്. അതെ, ആ ലൈറ്റിലേക്ക് അത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാം ലൈറ്റ് കൊടുക്കാം. ചില ആളുകളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീടിന്റെ നമ്മൾക്ക് ഓരോ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കളറ് വാം ഉണ്ട്, വൈറ്റ് ഉണ്ട്, ന്യൂട്രൽ വൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ എന്താ പറയാ, നമുക്ക് സ്ക്വയർ ടൈപ്പിൽ ലഭ്യമാണ്, അതേപോലെ റൗണ്ട് ഷേപ്പിലും ലഭ്യമാണ്. അത് ഒന്ന്. അതിന്റെ തന്നെ നമുക്ക് ഇപ്പോൾ 3 വാട്ട്സും 4 വാട്ട്സും വരുന്ന പാനൽ ലൈറ്റ്സുകളുണ്ട്. അത് കൂടാതെ പിന്നെ അത് 8 വാട്ട്സ്, 12 വാട്ട്സ്, 15 വാട്ട്സ്, അങ്ങനെ നമ്മളത് വാട്ട്സ് കൂടുന്നതിനനുസരിച്ചുള്ള അതിൻ്റെ പാനലിൻ്റെയും സൈസിനും വ്യത്യാസം വരും. ഇപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ തന്നെ ഇപ്പോൾ ഒരു 8 വാട്ട്സ് പാനലാണ് നമ്മൾ ചെയ്യുക. ഇതേപോലെ 8 വാട്ട്സ്, ഈ 8 വാട്ട്സിൻ്റെ പാനൽ എന്ന് പറയുമ്പോഴേക്ക് അത് ഒരു 4 ഇഞ്ച് ഹോളാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ചില വീടുകളിൽ നമുക്ക് ചിലപ്പോൾ ജിപ്സം ചെയ്യാത്ത ഏരിയ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബോക്സ് കൊടുക്കും, ഇലക്ട്രിക്കൽ ബോക്സ് കാണുന്നുണ്ടല്ലോ, ഡെമോ പീസായിട്ട് കൊടുക്കുന്ന പ്ലാസ്റ്റിക്കിൽ വരുന്നത്. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കട്ട് ചെയ്ത് അതിന് കട്ടിങ് പോയിന്റ് കാണും. ഇത്രയും പോയിന്റിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 സൈസിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന കൊടുക്കാൻ പാനലുകളും 6 ഇഞ്ച് കട്ടിങ് ഒക്കെ വരുന്ന പാനലുകളെല്ലാം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് ഇതൊരു 12 വാട്ട്സിന്റെ പാനലാണ്. 12 വാട്ട്സിന്റെ സ്ക്വയർ ടൈപ്പിലാണ് ഇത് വരുന്നത്. ഇത് ചോക്കോട് കൂടി വരുന്ന സംഭവമാണ്. ഇത് ചോക്ക് ഇല്ലാത്ത ടൈപ്പിൽ വരുന്ന ഇൻബിൽട്ട് ആയിട്ട് വരുന്ന പാനലും നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്, ഷോപ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് പാനലിൽ ചെയ്യാൻ പറ്റും. ചില ഏരിയകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോക്ക് ഈ ബോക്സ് വെക്കുന്ന സമയത്ത് ചില ബോക്സിനകത്ത് ചോക്ക് കയറിയിരിക്കാൻ സ്പേസ് അപ്പൊ അതിന്റെ ഒരു ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോക്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ ചോക്കില്ലാത്ത മോഡൽസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻബിൽട്ട് ആയിട്ട് വരുന്ന പാനലിന്റെ അകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്ന പാനൽസുകളുണ്ട്. അതുപോലെ നല്ല നമുക്ക് ട്യൂബ് നല്ല ലൈറ്റ്സുകൾ വളരെ കൃത്യമായി നല്ല ഭംഗിയുള്ള, അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചോക്ക് വരുന്നതാണ്. ചോക്ക് ഇല്ലാത്തതും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പാനൽ ലൈറ്റ്സിൽ വരുന്നത്. വാട്ട്സ് നമുക്ക് പറയുമ്പോഴേക്ക് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ പല വാട്ട്സിലാണ് വരുന്നത്. വാട്ട്സിനകത്ത് വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് എന്താ പറയാ, ഇതിന്റെ സൈസിനും വ്യത്യാസം. സ്ക്വയർ വരുന്നുണ്ട്, റൗണ്ട് ഷേപ്പിലും വരുന്നുണ്ട്, വാം വൈറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതൊന്നും അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് 3-in-1 ആയിട്ട് നമുക്ക് ഇത് എന്താ പറയുക, പാനലാണ്. ഒരു പാനലിൽ തന്നെ നമുക്ക് 3 കളറുണ്ട്. അതെ, വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്. നമ്മൾ സ്വിച്ച് മാറ്റി കൊടുക്കുമ്പോഴേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ സ്വിച്ച് മാറ്റി ഇടുമ്പോഴേക്ക് അതിന്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ സെലക്ട് ചെയ്തിടാം. വാമാണെങ്കിൽ വാം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ന്യൂട്രൽ വൈറ്റ്. ഈ 3 കളറിലും ഇതേ ഒരു സംഭവത്തിൽ വരുന്നുണ്ട്, ഈ ഒരു ടൈപ്പും വരുന്നുണ്ട്. ഇതിനെല്ലാം ഒരേ രീതിയിൽ ബ്രൈറ്റ്നെസ് നമുക്ക് വേണ്ട രീതിയിൽ കിട്ടും. അതായത് നമ്മൾ വാട്ട്സ് എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു വാട്ട്സിൽ ലൈറ്റ് ഔട്ട് നമുക്ക് പുറത്ത് കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പൊ വേറൊരു മോഡൽ എന്ന് പറയുമ്പോഴേക്കും ഇതും നമുക്ക് കൺസീൽഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റാണ്, നമ്മൾ ജിപ്സത്തിൽ ഉപയോഗിക്കുന്ന ലൈറ്റ്. അതെ, ഈ ജിപ്സത്തിനകത്തും ബോക്സിനകത്തും കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഒരു 7 സെന്റി മുതൽ ഇപ്പൊ നമ്മൾ ഹോൾ ഇട്ടു ഒരു 10 സെന്റിയാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ചില പാനൽ അതിനകത്ത് ചിലപ്പോൾ ലൂസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ആയി. പിന്നെ ഇതിന് ഫുൾ ഔട്ട് കിട്ടും, ഇതിന് എഡ്ജ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഫുൾ ലൈറ്റ്
നമുക്ക് ഔട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതാണ് പാനൽ ലൈറ്റ്സിൽ വരുന്ന ഒരു സംഭവങ്ങളെല്ലാം. വാറന്റിനെ പറ്റി പറയുമ്പോഴേക്കും നമുക്കിപ്പോൾ 2 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള ലൈറ്റ്സ്. റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ചില ഏരിയകളിലൊക്കെ ചെയ്യുന്നത്, ചില കമ്പനികളൊക്കെ ചെയ്യുന്നത്, അവര് പാനൽ ലൈറ്റ് കൊണ്ടുവരാൻ ചോക്കാണ് പോകുന്നതെങ്കിൽ ചോക്ക് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല LED ആണ് പോകുന്നതെങ്കിൽ LED അവർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അങ്ങനല്ല ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു പീസ് എത്ര പീസാണോ ആ കൊണ്ടുപോയ കസ്റ്റമർ കൊണ്ടുവരുന്നത്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആ പീസ് പുതിയ ബോക്സ് എടുത്തിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ അവരെ കൊണ്ടുവന്ന പീസ് വാങ്ങിയിട്ട് നമ്മൾ പുതിയൊരു പീസ് നമ്മൾ ഒരെണ്ണം എടുത്ത് അവരെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 വർഷത്തിന് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വരുന്ന ലൈറ്റ്സുകൾ. പിന്നെ സർവീസ് വാറന്റി വരുന്ന ലൈറ്റ്സുകൾ വേറെ ഉണ്ട്. കമ്പനി സർവീസ് ചെയ്ത് കൊടുക്കുന്ന ലൈറ്റ്സുകളും ഉണ്ട്. ഇതിന്റെ കൂടെ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് 2 വർഷത്തേക്ക് റീപ്ലേസ്മെന്റ്. അത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണം ചെയ്യും. കാരണം 2 വർഷത്തിനകം എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് അവർക്ക് നമ്മളെ ഷോപ്പുമായിട്ട് ബന്ധപ്പെടാം. നമ്മളെ ഷോപ്പിൽ വന്ന് അത് തിരിച്ച് വേറെ പീസ്, പുതിയ പീസ് കൊണ്ടുപോയിട്ട് അവർക്ക് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജിപ്സത്ത് ചെയ്യുന്ന, അത് ഹോൾ സീലിങ്ങിലും അതേപോലെ ബോക്സിനകത്തൊക്കെ ചെയ്യുന്ന ലൈറ്റ്സുകളെ കുറിച്ചായിരുന്നു. അതെല്ലാം നമുക്കിപ്പോൾ അങ്ങനെ ഒന്നും സംഭവം ഇല്ല. ഡയറക്റ്റ് നമുക്കൊരു ലൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർഫസ് രീതിയിൽ കൊടുക്കാൻ പറ്റും. സർഫസ് രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാം. നമ്മൾ കോൺക്രീറ്റ് തന്നെ ഡയറക്റ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെയുള്ള നമ്മൾ എന്താണോ ഏരിയയിൽ, ആ ഒരു ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റാണ്. ഓപ്പണായി ഇതിൻ്റെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഷേപ്പും സ്ക്വയർ ഷേപ്പിലും വരുന്നത് 2 മോഡലിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിന്റെ വൈറ്റ്, വാം, ന്യൂട്രൽ വൈറ്റ് എന്നുള്ള ലൈറ്റ് അതെ അത് 3 ആക്ഷൻ അല്ല, ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയി അത് വേറെ വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ഒരു പോയിന്റ് ആണ്. റിയാക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ നമുക്ക് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് എടുക്കാം, വാം വേണമെങ്കിൽ വാം എടുക്കാം, ന്യൂട്രൽ വൈറ്റ് ആണെങ്കിൽ ന്യൂട്രൽ വൈറ്റ് എടുക്കാം. എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൈറ്റിനെ പറ്റി ഓരോ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഡിഫറെന്റ് വാട്ട്സും വരുന്നുണ്ടല്ലോ. അതെ. ഇപ്പൊ ഏറ്റവും 7 വാട്ട്, 8 വാട്ട്സ് മുതൽ അങ്ങനെ പോകുന്നതാണ്. 15 വാട്ട്സ്, 22 വാട്ട്സ്, അങ്ങനെ 20 വാട്ട്സ്. കമ്പനി വ്യത്യാസം വരുമ്പോഴേക്കും വാട്ട്സിന് ചെറിയ ചെറിയ വേരിയേഷനുകൾ ഉണ്ടാവും. ചില കമ്പനികൾക്ക് വാട്ട്സിന് വ്യത്യാസം കാണും, ചില കമ്പനികൾക്ക് വാട്ട്സ് കൂടുതലും. അങ്ങനെയുള്ള ഒരു വ്യത്യാസത്തിലാണ് ഇത് പോകുന്നത്. പിന്നെ നമുക്ക് അത് തന്നെ ഇപ്പോൾ എഡ്ജൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ ഒരു പാനൽ ലൈറ്റ് സർഫസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എഡ്ജ് ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് അതിന്റെ ആ ഔട്ട് പുറത്തേക്ക് കിട്ടുന്ന രീതിയിൽ, മനസ്സിലായല്ലോ? ഇത്രയും ഈ ഒരു രീതിയിൽ നമുക്കത് കിട്ടും. ഇതാണ് ഇതിന്റെ ഇത് ബോഡി കളർ വരുന്നത്. ബ്ലാക്ക് ബോഡിയിലും വരുന്നുണ്ട്, വൈറ്റ് ബോഡിയിലും വരുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിന് റൗണ്ട് ഷേപ്പും റൗണ്ട് ഷേപ്പും. പിന്നെ നമുക്ക് അതേപോലെ നമുക്കിപ്പോൾ വേറൊരു മോഡൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള സംഭവം. ഇതിന്റെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 മോഡൽസും വരുന്നുണ്ട്. റൗണ്ടും വരുന്നുണ്ട്, സ്ക്വയറും വരുന്നുണ്ട്. ഇതിന്റെ ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു 8 വാട്ട്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. ഇതിന്റെ തന്നെ 15 വാട്ട്സ്, 22 വാട്ട്സ്, അങ്ങനെ വാട്ട്സ് വ്യത്യാസം വരും. അതിനനുസരിച്ച് സൈസിനും വ്യത്യാസം വരും. നമ്മളിപ്പോൾ ഇത് എടുക്കുമ്പോഴേക്കും സൈസ് വാട്ട്സ് കൂടുമ്പോഴേക്കും അതിന്റെ സൈസിനും വ്യത്യാസം വരും. ഈ ഒരു രീതിയിൽ നമുക്കിപ്പോൾ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു 14 വാട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പാനൽസ് ഒക്കെ കൊടുത്താൽ വളരെ സ്ലിം ആയിട്ട് നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പാനൽ ലൈറ്റ് ചിരിക്കുന്നത് പോലെ തന്നെ ഏകദേശം ആ ഒരു ഫീൽ നമുക്ക്. കാരണം ഇതിന്റെ ഇത്രയും ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നുള്ളൂ. അതെ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടാൽ വലിയ ബൾക്കായിട്ടുള്ള, അതെ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ തന്നെ ഇത് നമുക്ക് ഒരു സ്ലിം ആയിട്ട് രീതിയിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇതിനും വരുന്നുണ്ടല്ലോ ഈ പറഞ്ഞ എല്ലാ വാട്ട്സിലും. വാട്ട്സ് നമുക്ക് ഇപ്പോ ഇത് 20 വാട്ട്സ് വരെയാണ് വരുന്നത്. 20 വാട്ട്സ്. അതെ 20 വാട്ട്സിൽ വരെ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോ 7 വാട്ട്സ്, 14 വാട്ട്സ്, 20 വാട്ട്സ് അങ്ങനെ വരുന്നത്. അതിന്റെ റൗണ്ട് ഷേപ്പും വരുന്നുണ്ട്, സ്ക്വയർ ടൈപ്പും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുൾ ബോഡിയിൽ കിട്ടുന്ന വേറൊരു ഐറ്റമാണ് ഈ ഒരു ടൈപ്പ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ സർഫസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന. അതെ ഇതിന് നമുക്ക് വാമ് വൈറ്റ്, അങ്ങനെ ന്യൂട്രൽ വൈറ്റ് എന്നുള്ള ആ ഒരു കളറിലെല്ലാം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇനി അതല്ലാതെ നമുക്കൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതേപോലുള്ള നമുക്കൊരു കളറ് കിട്ടണം. ഇന്നർ വേറെ കളറും ഔട്ടർ വേറെ കളറുമായിട്ട് ഒരേ സമയം 2 കളർ. ഈ ഔട്ടർ ഇന്നർ വരുമ്പോഴേക്ക് വൈറ്റിലും പുറത്തെ ഈ ഭാഗം ഔട്ടറിൽ വരുന്ന ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് കളർഫുൾ ആയിട്ട് വരും. ആ രീതിയിലും കിട്ടും.
പിന്നെ അത് കൂടാതെ നമുക്ക് ഇത് ഒരേ സമയം രണ്ടും ഒരേ സമയം രണ്ടും, അതായത് ഇന്നർ വൈറ്റും അത് ഔട്ടർ കളറായിട്ടും കിട്ടും ഒരേ സമയം തന്നെ. ആ ഒരു രീതിയിലും നമുക്ക് ഓൺ ചെയ്തിടാൻ പറ്റും. പിന്നെ ഇതും അതേപോലെ തന്നെ നമുക്കൊരു പ്രത്യേകത ട്വിസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഇത് ട്വിസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളെ പഴയ ലൈറ്റിലൊക്കെ ഹോൾഡർ പോലെ. അതെ. ഇതിപ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്തെങ്കിലും മാറ്റണം, ഇതിന്റെ ഒരു ലൈറ്റ് എന്തെങ്കിലും ഔട്ട് കുറവാണെങ്കിലോ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആയി വരികയാണെങ്കിൽ നമ്മൾ ഇത് അവിടെ തന്നെ നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് സർവീസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും. ഇതിനും അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് എഡിച്ചൊന്നും വരാത്ത രീതിയിലുള്ള ലൈറ്റ്സ് നമുക്ക് ഔട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സീലിംഗ് ലൈറ്റുകളിലൊക്കെ ഏതൊക്കെ ടൈപ്പ് ലൈറ്റ് ഉപയോഗിക്കണം, എത്ര വാട്ട്സ് ഉപയോഗിക്കണം, പിന്നെ അതിന് ഗ്യാരണ്ടി കിട്ടും, അങ്ങനെ കുറച്ച് ഡൗട്ടുകളായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെക്ഷൻ തുടങ്ങിയത്. ഇപ്പം ഈ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്താണ് ഈ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. ഇപ്പം നമ്മൾ സീലിംഗ് സീലിംഗിലായാലും ഇപ്പം നമുക്ക് ജിപ്സം ഉള്ള സീലിംഗോ അല്ലെങ്കിൽ നോർമൽ കോൺക്രീറ്റ് ആയുള്ള സീലിംഗ് ആണെങ്കിലും നമുക്ക് ഈ ഇത്തരം ലൈറ്റുകൾ ഉപയോഗിക്കാമെന്നും അതിന്റെ വാറണ്ടി ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സുകളെ കുറിച്ച് കൂടുതൽ അറിയുവാനോ അല്ലെങ്കിൽ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനോ സ്കോറിയോ ലൈറ്റ്സിന്റെ കേരളത്തിലെ ഏത് ഷോറൂമും സന്ദർശിക്കാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Scorio. Explore the designer in you. Thiruvananthapuram, MANJAERI, MOLLAPPADI, KOTHAMANGALAM. Contact number 8111 827 183.